നമ്മുടെ കോഴിക്കോട് പേരാമ്പ്രയിലെ 2 സ്കൂൾ ഗെയിംസിൽ 2 സ്വർണം നേടിയ ഒരു കുട്ടിയുണ്ട്. കുട്ടിയുടെ പേര് ദേവനന്ദ എന്നാണ് പേര്. അവർക്ക് പിന്നെ സ്ഥലമുണ്ട്, വീട് ഒരു ചെറിയ പൊളിഞ്ഞ വീടാണ്. നമുക്ക് സ്കൗട്ട്സുകാർ ഒരു വീട് വെച്ച് കൊടുക്കും. അപ്പോൾ അവർ അപേക്ഷ വാങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സുകാർ കുട്ടിക്കൊരു വീട് വെച്ച് കൊടുക്കും. എന്നിട്ട് ഒരു അപേക്ഷ എഴുതി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രഭാര സാറിന് കൊടുക്കണം. എന്നാ പോകുന്ന തിരിച്ച് 28-ാം തീയതിക്ക് മുമ്പേ ആരാ രാജീവ് 28-ാം തീയതിക്ക് മുമ്പേ ഈ കുട്ടിയിൽ നിന്നൊരു അപേക്ഷ വാങ്ങിയിട്ട് പ്രഭാരൻ്റെ സാറിനെ കൊടുക്കണം. അവർ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ 2 സ്വർണം നേടിയ ദേവനന്ദ കുട്ടിക്ക് പിന്നെ സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ നന്നായി പിന്നെ കിടക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു വീടിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ഞാനിപ്പോൾ തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് കൊടുത്ത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അടുത്ത മാസം ആരംഭിക്കും. ഇവനുണ്ട് റെക്കോർഡുകളുടെ പെരുമഴയാണ്. അടുത്ത വർഷമാകുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ റെക്കോർഡുകളാവും. അതാണല്ലോ നമ്മുടെ ഒളിമ്പിക്സിൻ്റെ പ്രത്യേകത, ഒളിമ്പിക്സ് മേളയുടെ പ്രത്യേകത. ഇവർ നാനാ സ്ഥലങ്ങളിൽ വെച്ച് നടന്നതെങ്കിൽ ഇതേപോലെ നിങ്ങളിൽ എത്രയും പേര് ഒന്ന് കൂടും. ഇവിടെ എങ്ങനെയുണ്ട്? സന്തോഷം. മോനെ വീടെവിടെ? ആലപ്പുഴ. മോളെ വീട് കോട്ടയം. കോഴിക്കോട്. 38 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്താണ് അതില്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അതിന്റെ കോച്ചാണ്.